മാനേജർ തോമാച്ച, പ്രിയപ്പെട്ട മിസ്റ്റർ മൈക്കിൾ, പ്രിയപ്പെട്ട അധ്യാപകരെ, നമ്മളുടെ ശ്വാസ പരിശീലന വർഷത്തിലെ മറ്റൊരു സുപ്രധാനമായ ആരംഭം നമ്മളിവിടെ കുറിക്കുകയാണ്. ബഹുമാനപ്പെട്ട തോമാച്ചൻ പറഞ്ഞതുപോലെ രാവിലെ തന്നെ എല്ലാ സ്ഥലത്തു നിന്നുമുള്ള മാസ്റ്റർമാർ ഇവിടെ എത്തിയിട്ടുണ്ട്. നിങ്ങൾ ഒരുപാട് പേരെയും എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്നവരാണ്. നിങ്ങൾ ഈ കാര്യത്തോട്, രൂപതയോട് ചേർന്ന് നിന്ന് കാണിക്കുന്ന ആ താല്പര്യത്തിന് പല രൂപത എന്നും ഏറെ നന്ദി പ്രകടിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് തോമാച്ചൻ്റെ ഡയറക്ടർഷിപ്പിൽ നമ്മുടെ വിശ്വാസ പരിശീലന മേഖല കുറേ കൂടെ ഊർജം സമ്പാദിക്കുകയും നല്ല കാഴ്ചപ്പാടുകൾ സ്വരുക്കൂട്ടുകയും എല്ലാവരെയും ഐക്യത്തിൽ കൊണ്ടു നടക്കാനുള്ള നല്ല പരിശ്രമങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. വളരെ സ്വാഗതാർഹമായ ഇഷ്ടപ്പെട്ട വാക്കുകളാണ് അച്ഛനെക്കുറിച്ചും അച്ഛൻ്റെ ടീമിനെക്കുറിച്ചും ഈ നാളുകളിലൊക്കെ അച്ഛന്മാരും നിങ്ങളെപ്പോലുള്ള അധ്യാപകരുമൊക്കെ രൂപതാ കേന്ദ്രത്തിൽ വരുമ്പോൾ എന്നോട് വ്യക്തിപരമായിട്ട് പറഞ്ഞിട്ടുള്ളതും. അങ്ങനെ നല്ലൊരു റിസപ്ഷൻ, മറ്റുള്ളവരുടെ മനസ്സിൽ നമ്മൾ പറയുന്ന നടത്തുന്ന കാര്യങ്ങളുടെ ഒരു സ്വീകാര്യത, റിസപ്ഷൻ രൂപതയിൽ ഈ നാളുകളിൽ നടക്കുന്നു. ശ്വാസ പരിശീലന മേഖലയിൽ, മിഷൻ ലീഗിൻ്റെ മേഖലയിലൊക്കെ അത് കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നു എന്നത് ദൈവം നമുക്ക് നൽകുന്ന വലിയൊരു അനുഗ്രഹമാണ്. ശ്വാസ പരിശീലനത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ച് ബഹുമാനപ്പെട്ട തോമാച്ചൻ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. നമ്മളെല്ലാവരും ഒന്നിച്ച് ചേർന്ന് ഒരുപോലെ ചെയ്യുന്ന ഒരു കാര്യമാണ് കാറ്റക്കേസിസ്, ശ്വാസ പരിശീലനം. നമ്മളുടെ എല്ലാവരുടെയും ദൗത്യം നമ്മളുടെ വാക്കുകളിലൂടെ നമ്മളുടെ കുട്ടികൾക്ക് ഈശോയുടെ സ്വരവും മുഖവും കാണിച്ചു കൊടുക്കുക എന്നതാണ്. കാറ്റക്കേസിസ് അതാണ്. ഈശോയുടെ വാക്കുകളും ഈശോയുടെ മുഖവും കുട്ടികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്ന കുടുംബ അന്തരീക്ഷമാണ് വിശ്വാസ പരിശീലന ക്ലാസ്സുകളിൽ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഉണ്ടാകേണ്ടത്. ആ കാര്യത്തിൽ നമ്മളുടെ രൂപത നിങ്ങളെപ്പോലുള്ള നല്ല കുടുംബനാഥന്മാരും സിസ്റ്റേഴ്സും വഴി ഈ കാര്യം തരക്കേടില്ലാത്ത രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ വിശ്വാസമാണ് നിങ്ങൾ പകർന്ന് കൊടുക്കുന്നത്. അതിനാളുകളിൽ വേദപാഠ ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്നവരെയും വേദപാഠത്തിൻ്റെ മാസ്റ്റർമാരെയും ഒരുപക്ഷെ കുട്ടികൾ ഒരിക്കലും മറക്കാതിരിക്കുന്ന ഒരു പറ്റം ആളുകളാണ്. മറ്റുള്ള കലാലയങ്ങളിൽ നിങ്ങൾ തന്നെ പലരും മറ്റു കലാലയങ്ങളിലൊക്കെ, സെൻറ് തോമസ് കോളേജിലൊക്കെ അപ്പുറത്ത് വേറെ പലയിടത്തും പഠിച്ചവർ കാണുമെങ്കിലും ആദ്യ നാളുകളിൽ പള്ളിയിലും പള്ളിക്കൂടത്തിലും വെച്ച് നമ്മെ പഠിപ്പിച്ച അധ്യാപകർ, അവരെ എപ്പോഴും നമ്മൾ സാറന്മാരെന്നാണ് വിളിക്കുന്നത്. അവരാണ് സാറന്മാർ. പകലും മുഴുവൻ കബറ് പെട്ടിയും രക്ഷിപ്പണി നടത്തിയും ജീവിക്കുന്ന ഒരു ചേട്ടനാണ് വിശ്വാസ പരിശീലനം നടത്തുന്നതെങ്കിലും നമ്മൾ എല്ലാവരും, സമൂഹവും അദ്ദേഹത്തെ സാറെന്ന് വിളിക്കുന്നു. അവരാണ് ആ പേരിന് അർഹത ഉള്ളവർ, ശരിക്കുള്ള സത്യവിശ്വാസം പകർന്ന് കൊടുക്കുന്നത്. അച്ഛനോട് പറഞ്ഞതുപോലെ നമ്മൾ സ്വർഗാരോഹണ തിരുനാളിന് ശേഷം കർത്താവിൻ്റെ പ്രത്യേകമായിട്ടുള്ള ആ ഒരു കമാൻഡ്, ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കണം, അതിൻ്റെ തുടർച്ചയാണ് നമ്മളുടെ ഈ വലിയ രൂപത കാറ്റക്കേസിസ്. ഞാനൊരു കാര്യം മാത്രമേ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് മറ്റ് പല കാര്യങ്ങളെല്ലാം ഉണ്ട്. ഈശോയുടെ കാര്യം നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈശോയെക്കുറിച്ച് പറയുന്ന പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ പ്രീച്ചിങ്, ടീച്ചിങ് ആൻഡ് ഹീലിംഗ്. ഇങ്ങനെ 3 കാര്യങ്ങൾ അവൻ പ്രസംഗിച്ചും പഠിപ്പിച്ചും രോഗികൾക്ക് സൗഖ്യം നൽകിയും കടന്നുപോയി. പ്രീച്ചിങ്,
ടീച്ചിങ് ആൻഡ് ഹീലിംഗ്. ഈ മൂന്ന് കാര്യങ്ങളും നമുക്കറിയാം. പ്രീച്ചിങ് ഒരു കാര്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു മൂവ്മെൻറ്റിനെ കുറിച്ച്, ഒരു പ്രസ്ഥാനത്തെക്കുറിച്ച് നമ്മൾ പ്രസംഗിക്കുകയാണ്. ആ പ്രസംഗം വളരെ ഒരുങ്ങിയ ആഴമുള്ള ഒരു പ്രസംഗമായിരിക്കണമെന്നില്ല. ഒരു പ്രീച്ചിങ് അത് ചിലപ്പോൾ മുൻകൂട്ടി തയ്യാറാക്കാത്ത പ്രീച്ചിങ് ആയിരിക്കാം, മുൻകൂട്ടി പറയാത്ത ഒരു പ്രീച്ചിങ് ആയിരിക്കാം. അങ്ങനെയൊക്കെ ഉണ്ട്. ഈശോയുടെ ജീവിതം പരിശോധിക്കുമ്പോഴും നമുക്കത് കാണാൻ സാധിക്കും. അങ്ങനെയുള്ള പ്രീച്ചിങ് ഉണ്ട്. എന്നാൽ ഒരു സ്റ്റേജ് കൂടെ കഴിഞ്ഞ് ഈശോ ടീച്ചറായിട്ട് വലിയ പ്രബോധനം, മലയിലെ പ്രബോധനം, കടലിൽ വെച്ച് നടത്തുന്ന പ്രബോധനം, സമതല പ്രദേശത്ത് വെച്ച് നടത്തിയ പ്രബോധനം, പ്രീച്ചിങ്ങിൽ വളരെ പോപ്പുലറായിട്ടുള്ള എല്ലാവർക്കും മനസ്സിലാകുന്ന ഏതാനും കാര്യങ്ങൾ പറഞ്ഞ് കഴിഞ്ഞ് ടീച്ചിങ്ങിലേക്ക് വരുമ്പോഴാണ് ശരിക്കുള്ള പ്രബോധനം, സഭയുടെ പ്രബോധനം, സുവിശേഷങ്ങളുടെ പ്രബോധനം, പിതാക്കന്മാരുടെ പ്രബോധനം, കാറ്റക്കേസിസ്. അതാണ് വെറുതെ ഒരു പ്രസംഗം പറയുകയല്ല, നല്ല ഒരു ടീച്ചിങ് കൊടുക്കുകയാണ്. നല്ല ടീച്ചിങ് കൂടെ കിട്ടുമ്പോഴാണ് നമുക്ക് ഹീലിംഗ്. നല്ല ഒരു ക്ലാസ്സായിരുന്നു, നല്ല ഒരു ചിന്തയായിരുന്നു. അതാണ് ഹീലിംഗ്. ആ ഹീലിംഗിലേക്കാണ് നമ്മൾ 12ാം ക്ലാസ് പൂർത്തിയാകുമ്പോൾ കുട്ടികളെ കൊണ്ടുവരേണ്ടത്. അതുകൊണ്ട് മതാധ്യാപനത്തിനടുത്ത ശുശ്രൂഷ, കാറ്റക്കിസ്റ്റ് എന്ന് പറയുന്നത് ഈ പ്രീച്ചിങ്ങും ടീച്ചിങ്ങും ഹീലിംഗും കൂടെയാണ്. കാർഡിനൽ ന്യൂമാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണല്ലോ, മർത്തായിയുടെ കരങ്ങളും മറിയത്തിൻ്റെ മനസ്സും ഒന്നിച്ചു ചേരുമ്പോഴാണ് നല്ല ഒരു അധ്യാപകനാകുന്നത്. ജോയിനിങ് ടുഗദർ ദ ഹാൻഡ്സ് ഓഫ് മർത്ത ആൻഡ് മേരി. നല്ലപോലെ ജോലിയെടുക്കാനുള്ള താല്പര്യമാണ് മർത്തായിക്ക്. എപ്പോഴും കർത്താവിനോട് കൂടെയായിരിക്കാനുള്ള മനസ്സാണ് മറിയത്തിന്. ഇത് രണ്ടും കൂടെ ഒരു വ്യക്തിയിൽ ചേരുമ്പോഴാണ് ഈ പറഞ്ഞ പ്രീച്ചിങ്ങും ടീച്ചിങ്ങും ഹീലിങ്ങും നടക്കുന്നത്. വാസ്തവത്തിൽ ഈ മൂന്ന് കാര്യങ്ങൾ അത് ദൈവത്തെക്കുറിച്ച് നമ്മൾ പറയുന്നത് പോലെയാണ്. ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും, ദൈവിക പുണ്യങ്ങൾ, വിശ്വാസം, ശരണം, ഉപവി. അതിലേതെങ്കിലും ഒന്ന് ഇല്ലാതാകുമ്പോൾ ആ സത്യം അവിടെ വികലമാക്കപ്പെടുകയാണ്. എനിക്ക് വിശ്വാസമുണ്ട്, പക്ഷേ ഉപവി പ്രവൃത്തികൾ പറ്റില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അതെല്ലാം ഒറ്റ യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഈ അധ്യാപകരായിട്ട് നമ്മളിവിടെ ഒന്നിച്ചിരിക്കുമ്പോൾ പ്രീച്ച് ചെയ്യാൻ, ടീച്ച് ചെയ്യാൻ, അത് രണ്ടും കൂടെ സംയോജിപ്പിച്ച് കൊടുക്കുമ്പോൾ ആ കുട്ടിക്കുണ്ടാകുന്ന ഹീലിംഗ്, അതായിരിക്കണം നമ്മുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം. കാറ്റക്കേസിസ് ഈശോ നൽകിയ ഈ മൂന്ന് യാഥാർത്ഥ്യങ്ങളുടെ ഒരുമിച്ച് ചേർക്കലാണ്. നാളത്തെ സുവിശേഷത്തിൽ നമ്മൾ പ്രത്യേകമായിട്ട് വായിക്കുന്നത് ഇതുതന്നെയാണ്, ഇതിനോട് അനുബന്ധിച്ച കാര്യമാണ്. അവിടെ ഈശോ പറയുന്നുണ്ടല്ലോ, പിശാചുക്കളെ പുറത്താക്കാൻ, പുതിയ ഭാഷ സംസാരിക്കാൻ, സർപ്പങ്ങളെ കയ്യിലെടുക്കാൻ, മാരകമായത് കുടിച്ചാലും പരിക്ക് പറ്റാതെ ഇരിക്കാൻ, ഇങ്ങനെ 4 കാര്യങ്ങളാണ് നാളെ നമ്മുടെ പള്ളിയിൽ കേൾക്കുന്നത്. വിശ്വാസ പരിശീലനത്തെക്കുറിച്ചുള്ള സർക്കുലർ വായിക്കും. അതുകൊണ്ട് അച്ഛന്മാർ അധികം പിന്നെ പ്രസംഗിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നാളത്തെ ആ തിരുവചനം, സ്ലീഹന്മാർക്ക് കൊടുത്തുവിടുന്ന ആ അധികാരം, അതാണ് നമ്മളും ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഞാനും നിങ്ങളും ഒരുമിച്ച് ഉപയോഗിക്കുന്നതാണ്. അത് അവർക്ക് മാത്രം കൊടുത്ത് അവിടെ തീർന്നു പോകുന്നതല്ല. അതൊരു മാൻഡേറ്റാണ്. നിങ്ങൾ പോയി ഇതുപോലെ ചെയ്യണം. അതിലാദ്യം വരുന്നത് കാസ്റ്റിംഗ് ഔട്ട് ഡീമൻസ്. കരിസ്മാറ്റിക് റിട്രീറ്റ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ വന്ന് ഈ വക കാര്യത്തെക്കുറിച്ച് ചിലപ്പോഴൊക്കെ തെറ്റായ ചില ആഭിമുഖ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. എന്താണ് ഈശോ കാസ്റ്റിംഗ് ഔട്ട് ഓഫ് ഡീമൻസ്? പിശാചുക്കളെ പുറത്താക്കണം. പിശാചുക്കളെ പുറത്താക്കുക എന്ന് പറഞ്ഞാൽ സ്ലീഹന്മാർ, അവരുടെ പിന്തുടർച്ചക്കാർ, ഞങ്ങളെപ്പോലെയുള്ള ഓർഡൈൻഡ് മിനിസ്റ്റേഴ്സ് ഞങ്ങളുടെ കൈവെപ്പ് വഴി
ഒരു വ്യക്തിയിൽ പുറത്തുനിന്ന് പൈശാചിക ആക്രമണം ഉണ്ടാകാതെ ഇരിക്കുവാനുള്ള പ്രൊട്ടക്ഷനാണ്. ഒരു വ്യക്തിയിൽ പിശാച് കയറാതിരിക്കാനുള്ള പ്രൊട്ടക്ഷനാണ്. കാസ്റ്റ് ഔട്ട് ചെയ്യുകയാണ്. ഒരു വ്യക്തിയെ വല്ലാതെ വിഷമിക്കുന്നു, രോഗമാണ്, മാനസിക രോഗമാണ്, പൈശാചിക ഉപദ്രവമാണ്. ഒരു വൈദികന്റെ അടുത്ത് വരുമ്പോൾ വൈദികൻ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ പിശാച് പോവുകയാണ്, അവനിലേക്ക് പ്രവേശിക്കാണ്ട് നിൽക്കുകയാണ്. അത് എല്ലാ ഓർഡൈൻഡ് മിനിസ്റ്റേഴ്സും ഉള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ആ മാൻഡേറ്റിൽ നമ്മളെപ്പോഴും വൈദികരുടെ കരങ്ങളുടെ പരിശുദ്ധി, ഒരച്ഛൻ്റെ കരം ഒരു വ്യക്തിയുടെ ശിരസിൽ അല്ലെങ്കിൽ നെറ്റിയിൽ വരുമ്പോൾ അത് ദൈവത്തിൻ്റെ കരമാണ്. അവിടെ കാസ്റ്റിംഗ് ഔട്ട് ഓഫ് ഡെവിൾസ് നടക്കുകയാണ്, ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടുകയാണ്. രണ്ടാമത്, പുതിയ ഭാഷ. നമ്മളത് പലപ്പോഴും തെറ്റിദ്ധരിക്കും. നമ്മൾ വളരെ ആവേശകരമായ കരിസ്മാറ്റിക് ധ്യാനമൊക്കെ കൂടി അന്നേരം നമുക്ക് കിട്ടുന്ന എന്തോ കാര്യമാണെന്ന്. ഈ വേദപുസ്തകത്തിൻ്റെ മൂലഭാഷ ഗ്രീക്ക് നമ്മൾ നോക്കുമ്പോൾ അവിടെ കൊടുത്തിരിക്കുന്ന അർത്ഥം, നമ്മൾ വിജാതീയരായിട്ട്, അന്നത്തെ കാലത്ത് അവരെല്ലാം ഒന്നുകിൽ യഹൂദന്മാരാണ് അല്ലെങ്കിൽ വിജാതീയരാണ്. നമുക്കും ഇവിടെ ഉണ്ടല്ലോ ക്രൈസ്തവരല്ലാത്ത ഒരുപാട് ആളുകളുണ്ട്. ക്രൈസ്തവരിൽ തന്നെ കത്തോലിക്കര്, നമുക്ക് ചിലപ്പം ബോധ്യങ്ങൾ കുറവുള്ള മേഖലകൾ കാണും. പുതിയ ഭാഷ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ കൊണ്ടു നടന്നിരുന്ന വിജാതീയരുടെ അല്ലെങ്കിൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ മറ്റു മതസ്ഥരുടെയൊക്കെ വാക്കുകൾ, പ്രവൃത്തികൾ, ചിന്തകൾ അതൊക്കെ മാറ്റി ദൈവത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു തുടങ്ങണം. അതാണ് അവിടെ ഉദ്ദേശിക്കുന്ന പുതിയ ഭാഷ. ഈശോയെക്കുറിച്ച്, പിതാവിനെക്കുറിച്ച്, പരിശുദ്ധ റൂഹായെക്കുറിച്ച്, ശ്ലീഹന്മാരെക്കുറിച്ച്, സഭയെക്കുറിച്ച് ഒക്കെ നമുക്ക് പറയാനുള്ള വരം കിട്ടുകയാണ്. പുതിയ ഭാഷ അതാണ്. അല്ലാതെ നമുക്ക് വായി തോന്നുന്ന എന്തെങ്കിലും മറ്റാർക്കും മനസ്സിലാകാത്ത കാര്യങ്ങൾ പറയുകയല്ല. ദൈവത്തെക്കുറിച്ച് ഈ വ്യക്തി പറയാൻ തുടങ്ങി. അതാണ് പുതിയ ഭാഷ, അതാണ് പെന്തക്കോസ്ത. ഇവിടെ കർത്താവ് ശ്ലീഹന്മാരെ പറഞ്ഞയക്കുമ്പോഴും ഉദ്ദേശിക്കുന്നത് അതുതന്നെയാണ്. എന്നെക്കുറിച്ചുള്ള പുതിയ ഭാഷ, വിജാതീയരുടെ ഭാഷ മാറ്റിയിട്ട്, അവിശ്വാസികളുടെ ഭാഷ മാറ്റിയിട്ട്, ഇതാണല്ലോ കാറ്റക്കേസിസ്. ഈശോയെക്കുറിച്ച് പഠിപ്പിക്കാനുള്ള അവസരം കൊടുക്കുക. മൂന്നാമത്, സർപ്പങ്ങളെ കയ്യിലെടുക്കുക. നമ്മൾ സാധാരണ ഭാഷയിൽ പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ ആ ആളിനെ കയ്യിലെടുത്തു. സർപ്പങ്ങളെ കയ്യിലെടുക്കുക എന്താ? വെറുതെ വഴിയെ പോകുന്നൊരു ചേരപ്പാമ്പിനെ കയ്യിൽ പിടിച്ചതല്ല. സർപ്പതുല്യമായ വിഷലിപ്തമായ ചിന്തകൾ, കാഴ്ചപ്പാടുകൾ, അവിവേകമായ പെരുമാറ്റ ശൈലികൾ ഒക്കെ കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തിയെ നീ കണ്ടുമുട്ടുമ്പോൾ അവനോട് ഈശോയെക്കുറിച്ച് പറഞ്ഞ് അവനിൽ മാനസാന്തരമുണ്ടാക്കി അവൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്ന ആ ദുഷ്ചിന്തകളെ പുറത്ത് എടുത്തു കളയുക. അതാണ് സർപ്പങ്ങളെ കയ്യിലെടുക്കുക. അല്ലാണ്ട് ഒരു പാമ്പിനെ പിടിച്ച് കയ്യിലെടുത്ത് പൊക്കി കാണിക്കുന്നതല്ല. അത് മാജിക്കുകാരൻ്റെ പണിയാണ്, സുവിശേഷ പ്രഘോഷകന്റെ പണിയല്ല, കാറ്റക്കിസ്റ്റിൻ്റെ പണിയല്ല. സർപ്പങ്ങളെ കയ്യിലെടുക്കുന്നത് നമ്മൾ കണ്ടുമുട്ടുന്ന സുഹൃത്തുക്കളിൽ നിന്ന് അവൻ്റെ തിന്മകൾ നമ്മൾ പറിച്ചു കളയുമ്പോഴാണ്. കാറ്റക്കിസ്റ്റ് അതാണ്. ഈശോയെ അവിടെ കൊടുക്കുകയാണ്, അവൻ്റെ തിന്മകളെ എടുത്ത് പുറത്ത് കളഞ്ഞിട്ട്. അവസാനത്തേത്, മാരകമായത് എന്തു കുടിച്ചാലും, ടിക്വൻ്റ് കഴിച്ചാലും മരിക്കുകയില്ല, വിഷമേൽക്കുകയില്ല. മാരകമായത് എന്തു കുടിച്ചാലും അതിൻ്റെ വിശകലനം സുവിശേഷകൻ ഉദ്ദേശിക്കുന്നത്, വെറുതെ നമ്മൾ വിഷം കുടിച്ചാൽ ആരും മരിക്കും, മാരകമായത് നമ്മൾ ആര് കഴിച്ചാലും മരിക്കും. ഇവിടെ ഉദ്ദേശിക്കുന്ന കാര്യം അന്നത്തെ പ്രത്യേകമായിട്ടുള്ള പശ്ചാത്തലത്തിൽ ഇന്ന് നമ്മുടെ ആ കുട്ടികൾ ഒരുപാട് മറ്റു വായനകൾ, റീഡിങ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നത്, അറിവിൻ്റെ മേഖല, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഈശോയെക്കുറിച്ചുള്ള പ്രഘോഷണം ശിഷ്യന്മാർ കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴും മാരകമായ മറ്റ് പലതും കഴിച്ചിട്ടാണ്, ഗ്രഹിച്ചിട്ടാണ്, ബുദ്ധിയിൽ സൂക്ഷിച്ചിട്ടാണ് ഈ ആളുകൾ വന്ന് നിൽക്കുന്നത്, യഹൂദന്മാർ വരുന്നത് അല്ലെങ്കിൽ വിജാതീയർ വരുന്നത്. അവരുടെ മനസ്സിൽ മറ്റ് അറിവ് നിറച്ചു വച്ചിരിക്കുകയാണ്. അവർ വയറു നിറയെ ഭക്ഷണം കഴിച്ച വ്യക്തിയെ പോലെയാണ്. മാരകമായത് എന്ത് കുടിച്ചാലും നിങ്ങൾക്ക് ഉപദ്രവം വരികയില്ല. നിങ്ങൾ എന്തു വായിച്ചാലും
എന്ത് ചിന്തകൾ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിലും ഈശോയെക്കുറിച്ചുള്ള ചിന്ത കിട്ടിയാൽ നിങ്ങൾക്കൊരു പരിക്കുമില്ല. നമ്മൾ നല്ലതുപോലെ ബൈബിള് വായിച്ച് പഠിപ്പിക്കുന്ന ഒരാൾ രാമായണം വായിച്ചു, ഒരു ഉപദ്രവവും വരികയില്ല, ഗുണമേ ഉണ്ടാവുകയുള്ളൂ. ബൈബിള് നല്ലപോലെ പഠിപ്പിക്കുന്ന ഒരച്ഛന് ഖുറാനും കൂടെ വായിച്ച് പഠിക്കുന്നു, ഒരു കുഴപ്പവും ഉണ്ടാകുകയില്ല. അല്ലെങ്കിൽ ഏത് പുസ്തകങ്ങൾ നമ്മൾ വായിച്ചാലും അത് എന്ത് നിങ്ങൾ ഗ്രഹിച്ചാലും ഭക്ഷിച്ചാലും ഇത് ഉണ്ടെങ്കിൽ, ഈശോയെക്കുറിച്ചുള്ള അറിവ് അടിസ്ഥാനപരമായിട്ട് ഉണ്ടെങ്കിൽ ഒരു കുഴപ്പവുമില്ല. ഇങ്ങനെ 4 അടിസ്ഥാനപരമായ കാര്യങ്ങളാണ് കർത്താവ് ശിഷ്യന്മാരെ പറഞ്ഞു വിടുമ്പോൾ കൊടുക്കുന്നത്. പിശാചുക്കളെ പുറത്താക്കുക, പുതിയ ഭാഷ സംസാരിക്കുക, സർപ്പങ്ങളെ കയ്യിലെടുക്കുക, മാരകമായത് കുടിച്ചാലും കുഴപ്പമില്ല. എൻ്റെ ഒരു ചിന്ത, ആ സുവിശേഷ ഭാഗങ്ങൾ ഇത് വിശ്വസിക്കുന്നവരിലുണ്ടാകുന്ന കാര്യമാണ്. നമുക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, ഇതെല്ലാം ഇത് പ്രീച്ച് ചെയ്യുന്ന കരിസ്മാറ്റിക് ധ്യാനത്തിന് വരുന്ന ഒരു പ്രീച്ചറുടെ കയ്യിലുള്ള മാജിക് കാര്യങ്ങളാണ്. ഒന്നുമല്ല. ഈ പ്രീച്ചറുടെ ഈ പറഞ്ഞ കാര്യം ഒന്നും ഉണ്ടാകണമെന്നില്ല. അതാണ് സത്യം. വിശ്വസിക്കുന്നവരിൽ ഈ അടയാളങ്ങൾ ഉണ്ടാകുന്നു. നമ്മളൊരു നല്ല പ്രസംഗം പറയുന്നു, ആ പ്രസംഗനിൽ ഇതൊന്നും ബാധകമല്ല. പക്ഷേ കേൾവിക്കാരില്ല, കേൾക്കുന്നവരിൽ, ദൈവവചനം സ്വീകരിക്കുന്നവരിൽ ഉണ്ടാകുന്ന പ്രത്യേകത. സ്ലീഹന്മാര് ഇത് പറയാൻ പോകുമ്പോൾ അവരിൽ നിന്ന് പിശാചുക്കൾ ഒഴിവായി എന്നതിനേക്കാൾ കേൾവിക്കാരിൽ നിന്ന് അത് ഒഴിവാകുന്നു. അതാണ്, നമ്മളിൽ നിന്നാണ്. പ്രീച്ചർ അവിടെ ഒരു ഇൻസ്ട്രുമെന്റ് മാത്രമാണ്. നമ്മൾ കേൾക്കുന്നവര്, നിങ്ങൾ എന്തു കേൾക്കുന്നു, ഈ പറഞ്ഞതിൽ നിന്ന് ഈശോയെ കേൾക്കാനായിട്ട് പറ്റിയോ, അപ്പോൾ നമ്മളിൽ നിന്ന് മാരകമായ കാര്യങ്ങൾ, പിശാചുക്കൾ, അല്ലെങ്കിൽ പിശാചു കയറിക്കൂടാതെ ദൈവത്തെക്കുറിച്ച് പറയാനുള്ള മാനസാന്തരം, ഇതൊക്കെ കേൾവിക്കാരിലുണ്ടാകുന്ന, വിശ്വസിക്കുന്നവരിൽ ഉണ്ടാകുന്ന കാര്യമാണ്. വിശ്വാസ പരിശീലനം അതാണല്ലോ. നിങ്ങളുടെ വിശ്വാസം പകർന്നു കൊടുക്കുമ്പോൾ, നിങ്ങളെ കാണുമ്പോൾ, നിങ്ങൾ കേൾക്കുമ്പോൾ, നിങ്ങളുടെ വീടിനെക്കുറിച്ച് അറിയുമ്പോൾ, ഈ കുട്ടികളിൽ വരുന്ന മാറ്റം, എനിക്ക് നന്നായിട്ട് ജീവിക്കണം, മോശമായിട്ടുള്ള കാര്യങ്ങൾ വായിക്കരുത്, ദൈവത്തെക്കുറിച്ച് വേണം സംസാരിക്കാൻ, അങ്ങനെയുള്ള ആ സമൂഹത്തെ ബിൽഡപ്പ് ചെയ്യുന്നതാണ് കാറ്റക്കേസിസ്. അതാണ് കാറ്റക്കിസം ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളൊരു പുതിയ അധ്യയന വർഷത്തിൻ്റെ തലേനാൾ നിൽക്കുമ്പോൾ നമ്മളുടെ മുമ്പിലുള്ളത് വലിയൊരു ദൗത്യമാണ്. ഇന്നത്തെ കുട്ടികളിൽ ഈ പറഞ്ഞ പ്രതിസന്ധികളിലെല്ലാം ഉണ്ട്. നമുക്ക് വേണ്ട ഒരുക്കത്തെക്കുറിച്ച് ഞാനതിലേക്ക് പ്രവേശിക്കുന്നില്ല, സമയം ഒത്തിരിയാകുന്നു. കർത്താവ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അരപ്പട്ട, 2 ഉടുപ്പ് വേണ്ട, 2 ചെരുപ്പ് വേണ്ട, വടി വേണ്ട, അതെല്ലാം ഇതാണ്. ആ 2 എന്ന് പറഞ്ഞിരിക്കുന്നതെല്ലാം നമുക്ക് ഈശോ മാത്രം മതി. 2 കുപ്പായം ബോഡി ഓഫ് ക്രൈസ്റ്റ് സഭയാണ്. നമ്മൾ സഭയിലായിരിക്കുമ്പോൾ അത് മാത്രം മതി. ഇതുപോലുള്ള 2 ഉടുപ്പ് കരുതരുത് എന്നുള്ള അർത്ഥത്തിലല്ല. 2 കുപ്പായം നമുക്ക് വേണ്ട. വടി വേണ്ട, ഈശോയാണ് നിങ്ങളുടെ വടി. ആ വടി കൊണ്ട് വേണം ആരെയും അടിക്കാൻ, ആ വടി കൊണ്ട് വേണം ആരെയും തിരുത്താൻ. അങ്ങനെ ആ ടീച്ചറിന് വേണ്ട ക്വാളിറ്റീസ് 6-7 എണ്ണം അങ്ങനെ പറയും. അതെല്ലാം നമ്മളുടെ ആധ്യാത്മികമായിട്ടുള്ള, ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങളിലേക്കുള്ള ഉന്നമാണ്. അപ്പം നമ്മൾ നാളെ ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോൾ ഈ പറഞ്ഞ വെൽ എക്വിപ്ഡ് ആയിട്ടുള്ള ഒരു ടീച്ചർ കൊടുക്കുന്ന ക്ലാസ്സിൽ നിന്ന് കുട്ടികൾക്ക് കിട്ടേണ്ട ഈ 4 ഗുണങ്ങൾ, അതാണ് ഞാൻ പ്രധാനമായിട്ടും നിങ്ങളോട് പറയാൻ ഉദ്ദേശിച്ചത്. ഈ വിശ്വാസ പരിശീലനം ഇതുപോലെ ഇഫക്റ്റീവായിട്ട് ഈശോയോട് ബന്ധപ്പെടുത്തി, തിരുസഭയോട് ബന്ധപ്പെടുത്തി, സഭയുടെ പ്രബോധനങ്ങളോട് ബന്ധപ്പെടുത്തി കൊടുക്കാനായിട്ട് നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട തോമാസിനെയും മിസ്റ്റർ മൈക്കിളിനെയും സഹപ്രവർത്തകരായ സിസ്റ്റേഴ്സ്, സ്റ്റാഫ് അംഗങ്ങളെല്ലാം കൊണ്ട് അവരുടെ നിസ്വാർത്ഥമായ ഒരു സേവനം ഇതിൻ്റെ പിന്നിലുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങൾ HM-മാരാണ്, മാസ്റ്റർമാരാണ്. നിങ്ങളാണ് അവിടെയുള്ള സഹ അധ്യാപകരെയും കുട്ടികളെയും കോർത്തിണക്കേണ്ടത്. ആ ഒരു ഒന്നിപ്പിൽ, സാധാരണ ഭാഷയിൽ നമ്മൾ പറയുമല്ലോ, ഒന്നായാൽ നന്നായി, നന്നായാൽ ഒന്നായി. ആ ഒരു ചിന്ത എല്ലാവർക്കും വേണം. നമ്മളൊരു ഒറ്റ ടീമാണ്. അതൊരു ഇടവകയിലാണെങ്കിലും, ഒരു ഫൊറോനായിലാണെങ്കിലും, രൂപതാതലത്തിലാണെങ്കിലും, നമ്മുടെ ഡയറക്ടറോട് കൂടിയായിരിക്കുമ്പോഴും നമ്മളെല്ലാം ഒന്നാണ്. നമുക്കൊരൊറ്റ ദൗത്യമേ ഉള്ളൂ, ഈശോയെ കൊടുക്കുക, കുട്ടികൾക്ക് ആ വിശ്വാസത്തിൽ ആഴപ്പെടാൻ സാധിക്കുക.
അതിന് ഈ വർഷം പ്രത്യേകമായിട്ട് ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അൽഫോൻസ് ശാമയോട് മധ്യസ്ഥം പ്രാർത്ഥിക്കാം, കുഞ്ഞച്ചനോട് മധ്യസ്ഥം പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ഉയർത്തപ്പെട്ട കരം നമ്മളുടെ എല്ലാവരുടെയും മേലുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിച്ച് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.